ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കടലപ്പരിപ്പും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിശ്ര ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ടൊരു 4 ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലോട്ടൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു പാനിലോട്ട് 8 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പെല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടിയൊന്നും പിടിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ കടലപ്പരിപ്പിൻ്റെ ഒക്കെ പച്ച ചുവയൊക്കെ പോയിട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത്. നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം. ആ ഒരു പാകമാവും വരെ ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കടലപ്പൊടി യൂസ് ചെയ്താലും മതി. ഇപ്പോൾ കണ്ടോ, ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ കണ്ടോ, നല്ല പാകത്തിലുള്ള തിക്നെസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു മിക്സ് മുഴുവനായിട്ടും നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലോട്ട് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി വെക്കാം. അപ്പോൾ ഇത് സെറ്റായി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതൊരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് 3 മണിക്കൂറായിട്ടുണ്ട്. എന്തായെന്ന് നോക്കാം. നോക്കി അടിപൊളിയായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചനദാൽ ബർഫി റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കണ്ടോ, എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ബർഫിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായി തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചനാദാൽ ബർഫി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.